നമസ്കാരം. നെടുമ്പാല ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലോകം അനിശ്ചിതാവസ്ഥയിലായിരിക്കുകയാണല്ലോ. പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള യുദ്ധം നമ്മെ ഏറെ സംഘർഷാവസ്ഥയിൽ കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. ആഗോള സാമ്പത്തിക അനിശ്ചിതങ്ങൾ വരുമ്പോൾ അത് നമ്മെ ഓരോരുത്തരെയും ബാധിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നീറുന്ന പരിസ്ഥിതി പ്രവർത്തനങ്ങളെയും നമുക്ക് അതിജീവിക്കേണ്ടി വരും. ഈ സമയത്ത് പ്രതിസന്ധികളിൽ തളരാതെ പ്രതീക്ഷയും ധൈര്യവും നാം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. അതിനായി ചില പ്രചോദന സന്ദേശവുമായി ഞാൻ നിങ്ങളോടൊപ്പം ചേരുകയാണ്. ഡൽഹിയിൽ നിന്നും ജോർജ് നെടുമ്പാറ. ഈ അവസരത്തിൽ ആദ്യം നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ജീവിതത്തിൽ എത്രമാത്രം പ്രശ്നങ്ങളുണ്ടോ അത്രമാത്രം പരിഹാര മാർഗങ്ങളുമുണ്ട് എന്നതാണ്. പ്രപഞ്ച നിയമം അങ്ങനെയല്ലേ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മളിൽ പലരും അത് കാണാതെ പോവുകയാണ്. എന്നിട്ട് എന്താ ചെയ്യുന്നത്? പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളുമായി അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി പലപ്പോഴും കുളമാക്കുന്നതായിട്ടാണ് കാണാറുള്ളത്, അല്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പരിഹാരം ഉണ്ടാക്കാനായി ചില വാചകടിക്കാർ നമ്മുടെ അടുത്തെത്തുന്നത്. രണ്ട് തരത്തിലുള്ള വാചകടിക്കാരെയാണ് നാം സാധാരണ കണ്ടുവരാറുള്ളത്. ഒന്ന്, ഇടുങ്ങിയ മനസ്സോടെ, സങ്കുചിത മനസ്സോടെ, വ്യവസ്ഥാപിതമായി തകർപ്പൻ വാചകടിക്കുന്നവർ. കേട്ടാൽ സത്യമാണെന്നേ തോന്നുന്നു. കാര്യങ്ങളെല്ലാം ഇപ്പോൾ ശരിയാവും എന്ന് തോന്നും അയാളുടെ സംസാരം കേട്ടാൽ, അല്ലേ? പല വ്യവസ്ഥകളും നിബന്ധനകളുമൊക്കെ വച്ച് വാചകടിക്കുന്നവരാണ് ഇവർ. ഇവരുടെ ഉപദേശം കുറെ അലച്ചിലുകൾക്ക് വഴിതെളിക്കും എന്നതല്ലാതെ പ്രശ്ന പരിഹാരത്തിന് വഴി തെളിക്കാറില്ല എന്നാണ് അനുഭവം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റു ചിലരുണ്ട്, വിശാല വീക്ഷണത്തോടുകൂടി വാചകടിക്കുന്നവരാണ് ഇവർ. അവർക്ക് വ്യവസ്ഥാപിതമായ താല്പര്യങ്ങളില്ല, നിബന്ധനകളില്ല, തുറന്ന സമീപന രീതി. പ്രശ്ന പരിഹാരത്തിനുള്ള ധാരാളം കാര്യങ്ങൾ അവരുടെ സംസാരം കേൾക്കുമ്പോൾ നമുക്ക് ലഭിക്കുകയും ചെയ്യും. പ്രശ്ന പരിഹാരം ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. ഇതുപോലെ തന്നെയാണ് പ്രതിസന്ധികൾ വരുമ്പോഴും. പ്രതികൂല സാഹചര്യങ്ങൾ നമ്മെ ശക്തരാക്കുകയാണ് എന്ന കാര്യം നാം മറക്കുകയല്ലേ? എതിർപ്പുകൾ നമ്മെ ശക്തരാക്കുമെന്ന കാര്യം ഈ അവസരത്തിൽ നിർബന്ധമായും നാം ഓർക്കേണ്ടതുണ്ട്. കാരണം ശത്രു രാജ്യത്തോടാണ്, പാകിസ്ഥാനോടാണ് നാം യുദ്ധം ചെയ്യുന്നത്. നമുക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന് പറയുമ്പോൾ നാം ധീരതയോടെ ജീവിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്, അല്ലേ? അല്ലെങ്കിൽ പേടിത്തുണ്ടന്മാരായി ജീവിക്കേണ്ടി വരും. അതിലും ഭേദം മരണമല്ലേ? അപ്പോൾ എതിർപ്പുകൾ നമ്മെ ശക്തരാക്കും. അപവാദങ്ങളോ അത് നമ്മെ ശ്രദ്ധാലുവാക്കും. കുറ്റപ്പെടുത്തലുകൾ തിരുത്തി വളരാൻ നമ്മെ പ്രാപ്തരാക്കും. ശരിയല്ലേ? വിത്തുകളുടെ കാര്യം എടുത്തു നോക്കിയേ. അതിന്റെ കട്ടിയുള്ള പുറന്തോട് പൊളിച്ചല്ലേ വിത്ത് മുള പൊട്ടുന്നത്. കനമുള്ള മണ്ണിനെ തുറന്നാണ് അത് പൊട്ടിമുളച്ച് തൈയാകുന്നത്. കീടങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിച്ചാണ് അത് വളരുന്നത്. കാറ്റിലും മഴയിലും ആടി ഉലഞ്ഞല്ലേ അത് വൻ വൃക്ഷമാകുന്നത്. ഒടുവിൽ പൂക്കുമ്പോഴും കായ്ക്കുമ്പോഴും മാത്രമാണ് പലരും അതിനെ തിരിഞ്ഞു നോക്കുന്നത് എന്ന് മാത്രം. അങ്ങനെയല്ലേ? അപ്പോഴും അതിനെ കല്ലെറിയാൻ കുറച്ചു പേർ ഉണ്ടാവില്ലേ? പാവം. പക്ഷെ എറിയുന്നത് ആ വൃക്ഷത്തണലിൽ നിന്നുകൊണ്ടാണ് എന്ന് പലരും ഓർക്കാറേയില്ല. ഓർക്കാറുണ്ടോ? എന്നിട്ടും പരിഭവം ഒന്നുമില്ലാതെ ആ വൃക്ഷം തേനൂറുന്ന ഫലങ്ങൾ അവർക്കായി പൊഴിച്ചു കൊണ്ടിരിക്കും. അത് തന്നെയാണ് അതിന്റെ മഹത്വം. ഇന്ത്യയും പാകിസ്ഥാനും ഇതേപോലെ തേനൂറുന്ന വൃക്ഷങ്ങളുമായി മാറട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. അതിനായി ജഗദീശ്വരനോട് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ജീവിതം തരുന്ന എന്തിനേയും, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ,
പ്രസന്നതയോടെ സ്വീകരിക്കാനുള്ള ഒരു മാനസിക അവസ്ഥ നമ്മളിൽ സംജാതമാകട്ടെ. അതോടൊപ്പം എപ്പോഴും നവചൈതന്യത്തോടും ശുഭാപ്തി വിശ്വാസത്തോടും പ്രസന്നതയോടും സന്തോഷത്തോടും കൂടി ഇരിക്കാനുള്ള കഴിവ് വളർത്തിയെടുക്കുവാൻ ഈശ്വരൻ നമ്മെ സഹായിക്കട്ടെ. പ്രിയപ്പെട്ടവർ, ഞാൻ പറഞ്ഞതിന്റെ ചുരുക്കം, ജീവിക്കുക എന്നാൽ കഷ്ടത നേരിടുക എന്നതാണ്. അതിനെ അതിജീവിക്കുമ്പോൾ മാത്രമേ കഷ്ടതയ്ക്ക് അർത്ഥമുണ്ടാവുകയുള്ളൂ. ഈ അവസാനമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുക, നിങ്ങൾക്ക് വിജയിക്കണമോ? എങ്കിൽ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധയൂന്നുക, അതിൽ മാത്രം ആവേശഭരിതനാകുക, പാഷൻ. എങ്കിൽ നിങ്ങളത് നേടിയിരിക്കും, 100% ഉറപ്പ്. തോൽക്കാൻ മനസ്സില്ലാത്തവന്റെ മുന്നിൽ ലോകത്തിന് ചെയ്യുവാൻ പിന്നെ ഒന്നേ ഉള്ളൂ. എന്താണത്? അയാളുടെ മുമ്പിൽ തോറ്റുകൊടുക്കുക, ശിരസ് കുനിച്ചു കൊടുക്കുക, അനുഗ്രഹിക്കുക. അതുമാത്രമേ തോൽക്കാൻ മനസ്സില്ലാത്തവന്റെ മുമ്പിൽ ലോകത്തിന് ചെയ്യുവാൻ ഉള്ളൂ എന്ന കാര്യം ഈ അവസരത്തിൽ ഓർക്കാം. ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ജയ് ഹിന്ദ്.